മന്ത്രി വീണ ജോർജിൻ്റെ ഒരു മാധ്യമ പ്രതികരണമുണ്ടായിരുന്നു. ആ പ്രതികരണം കേൾക്കുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും തനിനാടൻ ശൈലിയിലും ഒരു പഴഞ്ചൊല്ലി പറയാറുണ്ട്, കൈയില്ലാത്തവർ കൈ വെച്ച് കെട്ടി അടിക്കുമെന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈയുമായി പോകുന്നവർ നാക്കില്ലാതെ തിരിച്ചു വരും, കാലുമായി പോകുന്നവൻ കയ്യിലെ വിരലുകളില്ലാതെ തിരിച്ചു വരുന്ന ഒരവസ്ഥയിലാണ്. ഇനി ഇതൊന്നുമില്ലാതെ ഒരു മുഴ മാറ്റാൻ പോയാലോ, മുഴ മാറ്റിയതിന് പകരം അവിടെ വല്ല കത്രികയോ ബ്ലൈഡോ വയറോ ഒക്കെ തിരികെ കയറ്റിയായിരിക്കും തിരിച്ചുവിടുക. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല എന്ന കഴിഞ്ഞ ദിവസത്തെ മാധ്യമ പ്രതികരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളും കൂടി വാ, ഞാൻ കാണിച്ചു തരാം, നിങ്ങളും കൂടി വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കൂടി വന്നാൽ ഞാൻ കാണിച്ചു തരാം. മാധ്യമങ്ങളോട് തട്ടിക്കയറിയാണ് പറയുന്നത്. മാത്രമല്ല, ഏഷ്യനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിസ്റ്റം കത്രികയിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡിബേറ്റ് അവർ നടത്തിയിരുന്നു. അതിനുശേഷം കത്രിക കലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും നടത്തി. ഈ സിസ്റ്റം കത്രികയിലോ എന്ന് പറയുന്നത് ഡിബേറ്റ് അവർ കണ്ട് ആരോഗ്യമന്ത്രി വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത്. ആ ദേഷ്യപ്പെടലിലൂടെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾ കൂടി ഏഷ്യനെറ്റിന്റെ റിപ്പോർട്ടർ കൂടി ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ എല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നു. ആ ഭീഷണി ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങളോടുള്ള ഭീഷണിയാണ് എന്ന് ഓർക്കുക. വീണ ജോർജ് ഇത്രയും ഭീഷണിയായിട്ട് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി അപ്പുറേ സൈഡിൽ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസം അതിശക്തമായി തന്നെയാണ് നടന്നത്. ആരോഗ്യ വകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഘടിപ്പിച്ചത്. ഞാൻ ഇവിടെ തന്നെ കാണും, ഞാൻ പത്തനംതിട്ടയിൽ തന്നെയുണ്ട്, ഞാൻ ടൗണിൽ തന്നെയുണ്ട്, ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീമ്പിളക്കലായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വസതിയിൽ റീത്ത് വെക്കുകയും ഒക്കെ ചെയ്തു. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടയിൽ മന്ത്രി വീണ ജോർജും CPM നേതാക്കളും പ്രതിരോധവുമായി രംഗത്തെത്തി. നല്ല രീതിയിൽ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രിയും ശനിയാഴ്ച വെട്ടിത്തുറന്നു പറഞ്ഞു. കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു, കൃത്യമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഏത് ചികിത്സാ പിഴവാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചികിത്സാ പിഴവാണെങ്കിലും അത് ഒരിക്കലും അംഗീകരിക്കില്ല, കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ ചില ചികിത്സാ പിഴവുകളിൽ പ്രതിഷേധം ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് മന്ത്രി ചോദിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇതുപോലെ കത്രിക കുടുങ്ങിയിട്ട് ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത്. അതിലൊരാൾക്കും ഒന്നും ശബ്ദിക്കാനില്ലായിരുന്നു. ആരോഗ്യരംഗത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശനും കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. മാത്രമല്ല, UDFന് ഈ ഇടനിലക്കാരനായി ഏഷ്യനെറ്റ് പ്രവർത്തിക്കേണ്ട എന്നുമുള്ള ഒരു രീതിയിലുള്ള മറുപടിയും ഒക്കെ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടം സ്റ്റേഡിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിലും മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. പണി പൂർത്തിയാകാത്തതിനാണ് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കൂവി വിളിച്ചു. ഇതോടെ മന്ത്രിക്ക് പിന്തുണയുമായി DYFI പ്രവർത്തകരും സ്ഥലത്തെത്തി. ആരോഗ്യവകുപ്പിനെ പ്രശംസിച്ച് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ആരോഗ്യവകുപ്പിനെ പ്രശംസിച്ചു. ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കി നല്ല നിലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിനാലാണ് നാം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിഷേധവും പ്രതിരോധവും. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്കാണ് ശനിയാഴ്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വസതിക്കുള്ളിൽ അതിക്രമിച്ചു കയറിയവർ അവിടെ റീത്ത് വെക്കുകയും ചെയ്തു. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു.